ഹായ് ഫ്രണ്ട്സ്, സിനിഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും തന്നെ സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. 2025 പുറത്തിറങ്ങിയ മലയാളത്തിലെ മറ്റൊരു ത്രില്ലർ സിനിമയായിരുന്നു ഐഡന്റിറ്റി. ടൊവിനോയും തൃഷയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഈ ഒരു സിനിമയ്ക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചിരുന്നത്. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി ഡിജിറ്റൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ചിത്രം കണ്ടു കഴിയുമ്പോൾ ക്ലൈമാക്സുമായി ബന്ധപ്പെട്ട് കുറച്ചു പേർക്കെങ്കിലും സംശയം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംശയം അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ക്ലൈമാക്സ് എക്സ്പ്ലനേഷനും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ചാനൽ വഴി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും എല്ലാവരും വീഡിയോ കണ്ട് ക്ലൈമാക്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ട തിയറികൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ അപ്ഡേറ്റ് മോഹൻലാലുമായി ബന്ധപ്പെട്ടാണ്. മോഹൻലാലും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന പുതിയൊരു ചിത്രം പുറത്തു വരുന്നുണ്ട് എന്ന ഒഫീഷ്യലി അനൗൺസ്മെന്റ് ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ഫെബ്രുവരി 10 തുടങ്ങുമെന്നും 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഫസ്റ്റ് ഷെഡ്യൂളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നതും എന്നാണ് ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ. ഈ ഒരു സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ അടുത്തതായി ജോയിൻ ചെയ്യാൻ പോകുന്നത് താൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത മോഹൻലാൽ, മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്ന ബഡ്ജറ്റ് ടെക്നോ ത്രില്ലർ സിനിമയായ മഹേഷ് നാരായണൻ സിനിമയിലേക്കായിരിക്കും മോഹൻലാൽ ഇതിനുശേഷം ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ. 2024 100 കോടി ക്ലബിൽ ഇടം നേടിയ ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായ പാൻ ഇന്ത്യൻ ചിത്രമായി മാറിക്കഴിഞ്ഞ മാർക്കോയുടെ പ്രൊഡ്യൂസർ അടുത്തതായി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയിൽ ആന്റണി വർഗീസ് പെപ്പെ ആയിരിക്കും നായകൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റൂമറുകൾ സൂചിപ്പിക്കുന്നത്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുതിയൊരു സിനിമ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ സിനിമാ ലോകത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ ജോജുവും ബിജു മേനോനുമായിരിക്കും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്ക് പുറമേ തന്നെ ആസിഫ് അലിയും പൃഥ്വിരാജുമായി ജിത്തു ജോസഫ് സിനിമകൾ ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള റൂമറുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് ആസിഫ് അലിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഒരു പിടി അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ആസിഫ് അലിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. ടിക്കി ടാക്ക എന്ന ഫാൻസ് ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആസിഫ് അലി ചിത്രത്തിൽ ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്ററാണ് ഇപ്പോൾ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഡെൻവി എന്ന ആസിഫ് അലി അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഫോട്ടോയാണ് ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. 2025 തന്നെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആസിഫ് അലി നായകനായ ഈ ഒരു ചിത്രം ഏകദേശം 75 കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വടക്കൻ വീരകഥ. ഇപ്പോൾ ചിത്രം ഫെബ്രുവരി 7 റീ റിലീസിനായി തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ റീ റിലീസുമായി ബന്ധപ്പെട്ട പ്രൊമോഷനുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. STRന്റെ പുതിയ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. STR 51ന്റെ പുതിയൊരു പോസ്റ്ററാണ് ഇപ്പോൾ സിനിമയുടെ ഭാഗത്ത് നിന്ന് റിലീസ് ചെയ്തിരിക്കുന്നത്. അശ്വന്ത് മാരിമുത്തുവാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ശങ്കറും രാംചരനും ഒന്നിച്ച് ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു ഗെയിം ചേഞ്ചർ. എന്നാൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മികച്ച ഒരു പ്രതികരണമല്ലായിരുന്നു ചിത്രത്തിന് ലഭിച്ചിരുന്നത്. വലിയൊരു താരനിര തന്നെ ഒന്നിച്ച ഈ ഒരു സിനിമയിൽ മലയാളത്തിൽ നിന്നും ജയറാമുപേൽ പ്രധാന വേഷത്തെ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ സിനിമയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ആമസോൺ പ്രൈം വഴിയായിരിക്കും ചിത്രം ഡിജിറ്റൽ സ്ട്രീമിംഗ് ആരംഭിക്കുക. ഫെബ്രുവരി 7 OTT റിലീസ് ആമസോൺ പ്രൈം വഴി നടത്തുക. 2024 ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദീനി സംവിധാനം ചെയ്ത് വലിയൊരു ഹിറ്റായി മാറിയൊരു സിനിമയായിരുന്നു മാർക്കോ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ മറ്റ് 5 സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത്. ആ 5 സിനിമകളിൽ 2 മലയാളത്തിലെ തന്നെ ലീഡിംഗ് സൂപ്പർ സ്റ്റാറുകളുമായിട്ടാണ് എന്ന് റൂമറുകൾ സൂചിപ്പിക്കുന്നു. ആസിഫ് അലിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സിനിമയുടെ അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്ന് പുറത്തു വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.